ഇന്നത്തെ മുരളിയിൽ ബാബ ഭാഗ്യമുണർന്നു കഴിഞ്ഞ കുട്ടികളുടെ അടയാളങ്ങൾ കേൾപ്പിക്കുന്നു. ഭാഗ്യവിധാതാവായ ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 13/8/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഭാഗ്യം ഉണർത്തുന്നതിനു വേണ്ടി. പാവനം ആകുന്നതിലൂടെയാണ് ഭാഗ്യം ഉണരുന്നത്. ചോദ്യം: ഏത് കുട്ടികളുടെ ഭാഗ്യം ഉണർന്നു കഴിഞ്ഞുവോ അവരുടെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: അവർ സുഖത്തിൻ്റെ ദേവതയായിരിക്കും. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സുഖത്തിൻ്റെ സമ്പത്ത് നേടി സർവർക്കും സുഖം നൽകും. ഒരിക്കലും ആർക്കും ദുഃഖം കൊടുക്കുവാൻ കഴിയില്ല. അവരാണ് വ്യാസന്റെ കുട്ടികളായ സത്യമായ സുഖദേവൻ. അവർ 5 വികാരങ്ങളെ സന്യസിക്കുകയും സത്യമായ രാജയോഗിയെന്നും രാജഋഷിയെന്നും വിളിക്കപ്പെടുകയും ചെയ്യുന്നു. അവരുടെ അവസ്ഥ ഏകരസമായിരിക്കുന്നു. അവർക്ക് ഒരു കാര്യത്തിലും കരച്ചിൽ വരില്ല. അവരെക്കുറിച്ച് തന്നെയാണ് മോഹജീത് എന്ന് പറയുന്നത്. ഗീതം: ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. ഗീതത്തിൻ്റെ ഒരു ലൈൻ കേട്ടാൽ പോലും മധുരമായ കുട്ടികൾക്ക് രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. കോമൺ ഗീതമാണ്, എന്നാൽ ഇതിൻ്റെ സാരം മറ്റാരും അറിയുന്നില്ല. ബാബ തന്നെയാണ് വന്ന് ഓരോ ഗീതത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കിച്ചു തരുന്നത്. മധുരമായ കുട്ടികൾ ഇതും അറിയുന്നു. കലിയുഗത്തിൽ എല്ലാവരുടെയും ഭാഗ്യം ഉറങ്ങിപ്പോയിരിക്കുന്നു. സത്യയുഗത്തിൽ ഭാഗ്യം ഉണർന്നിരിക്കുന്നു. ഉറങ്ങിപ്പോയ ഭാഗ്യത്തെ ഉണർത്തുന്നവൻ, മതം നൽകുന്നവൻ അഥവാ ഭാഗ്യം ഉണ്ടാക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. ആ ഒന്ന് ഇരുന്ന് കുട്ടികളുടെ ഭാഗ്യം ഉണർത്തുന്നു. കുട്ടി ജനിക്കുമ്പോൾ ഭാഗ്യം ഉണരുന്നു. കുട്ടി ജനിക്കുമ്പോൾ അതിന് ഞാൻ അവകാശിയാണ് എന്ന് മനസ്സിലാകുന്നു. അതേപോലെയാണ് ഈ പരിധിയില്ലാത്ത കാര്യം. കുട്ടികൾക്കറിയാം, കൽപ്പകൽപ്പങ്ങളിൽ നമ്മുടെ ഭാഗ്യം ഉണരുന്നു, ഉറങ്ങുകയും ചെയ്യുന്നു. പാവനമാകുമ്പോൾ ഭാഗ്യം ഉണരുന്നു. പാവന ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നു. ആശ്രമം എന്ന വാക്ക് പവിത്രം എന്നതിൻ്റെതാണ്. പവിത്ര ഗൃഹസ്ഥാശ്രമം, അതിന് എഗൻസ്റ്റ് ആയതാണ് അപവിത്ര പതീതധർമ്മം. ആശ്രമം എന്ന് പറയില്ല. ഗൃഹസ്ഥധർമ്മം എല്ലാവർക്കുമുണ്ട്, മൃഗങ്ങൾക്കുമുണ്ട്. കുട്ടികളെ എല്ലാവരും ജനിപ്പിക്കുന്നു. മൃഗങ്ങളെയും ഗൃഹസ്ഥധർമ്മത്തിലാണ് എന്ന് പറയും. ഇപ്പോൾ കുട്ടികൾക്കറിയാം, നമ്മൾ സ്വർഗത്തിൽ പവിത്ര ഗൃഹസ്ഥ ആശ്രമത്തിലായിരുന്നു, ദേവീദേവതയായിരുന്നു. അവരുടെ മഹിമയും പാടുന്നു. സർവഗുണസമ്പന്നം. നിങ്ങൾ സ്വയവും പാടിയിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നു, നമ്മൾ വീണ്ടും മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. ദേവി ദേവതമാരുടെ ധർമ്മമാണ്. പിന്നെ ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെയും ദേവത എന്ന് പറയുന്നു. ബ്രഹ്മ ദേവതായ നമ, വിഷ്ണു ദേവതായ നമ. ശിവനെ കുറിച്ച് ശിവ പരമാത്മായ നമ എന്ന് പറയും. അപ്പോൾ വ്യത്യാസം ഉണ്ടായല്ലോ. ശിവനും ശങ്കറും ഒന്നാണെന്ന് പറയാൻ കഴിയില്ല. കല്ലുബുദ്ധി ആയിരുന്നു, ഇപ്പോൾ പവിഴബുദ്ധി ആയിക്കൊണ്ടിരിക്കുന്നു. ദേവതമാരെ കല്ലുബുദ്ധി എന്ന് പറയില്ല. പിന്നെ ഡ്രാമ പ്ലാൻ അനുസരിച്ച് രാവണ രാജ്യം ആകുന്നതിലൂടെ അവർക്കും പടി ഇറങ്ങേണ്ടതുണ്ട്. പവിഴബുദ്ധിയിൽ നിന്നും കല്ലുബുദ്ധി ആകേണ്ടതുണ്ട്. ഏറ്റവും ബുദ്ധിവാൻ ആക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. നിങ്ങളെ പവിഴ ബുദ്ധി ആക്കുന്നു. നിങ്ങളിവിടെ വരുന്നത് പവിഴ ബുദ്ധി ആകുവാനാണ്. പാരസ്നാഥൻ്റെയും ക്ഷേത്രമുണ്ട്, അവിടെ മേള നടക്കുന്നു. എന്നാൽ പാരസ്നാഥൻ ആരാണ് എന്നത് ആർക്കും അറിയില്ല. വാസ്തവത്തിൽ പാരസ് ആക്കുന്നവൻ ബാബ തന്നെയാണ്. ആ ഒന്ന് ബുദ്ധിവാന്റെയും ബുദ്ധിവാനാണ്. ഇത് കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിക്കുള്ള പോഷണമാണ്. ബുദ്ധി എത്ര പരിവർത്തനപ്പെടുന്നു. സീ നോ ഈവിൾ,
അതായത് ആസുരീയമായത് കാണരുത് എന്ന് പാടപ്പെടുന്നു. ഇപ്പോൾ കുരങ്ങന്മാരുടെ കാര്യമല്ല, മനുഷ്യൻ തന്നെയാണ് കുരങ്ങനെ പോലെ ആകുന്നത്. എയ്ഡ്സുമായി, അതായത് ആൾക്കുരങ്ങുമായി മനുഷ്യനെ താരതമ്യം ചെയ്യുന്നു. ഇതിനെ പറയുന്നത് തന്നെ മുള്ളുകളുടെ കാട് എന്നാണ്. എത്ര പരസ്പരം ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിക്ക് പോഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പരിധിയില്ലാത്ത ബാബ പോഷണം തന്നുകൊണ്ടിരിക്കുന്നു. ഇത് പഠനമാണ്. ഇതിനെ ജ്ഞാനാമൃതം എന്നും പറയുന്നു. ജലം ഒന്നുമല്ല. ഈ കാലത്ത് എല്ലാ സാധനങ്ങളെയും അമൃത് എന്ന് പറയുന്നു. ഗംഗാജലത്തെയും അമൃത് എന്ന് പറയുന്നു. ദേവതമാരുടെ പാദം കഴുകി കുടിക്കുന്നു, ജലം വയ്ക്കുന്നു. അതിനെയും അമൃതിൻ്റെ അഞ്ജലിയായി മനസ്സിലാക്കുന്നു. അഞ്ജലി ആരാണോ സ്വീകരിക്കുന്നത് അവരെ പതീതരെ പാവനമാക്കുന്നവനാണിത് എന്ന് പറയില്ല. ഗംഗാജലത്തെക്കുറിച്ചാണ് പതീത പാവനി എന്ന് പറയുന്നത്. മനുഷ്യൻ മരിക്കുമ്പോൾ വായിൽ ഗംഗാജലം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. അർജുനൻ അമ്പെയ്യുകയും അമൃതജലം കുടിപ്പിക്കുകയും ചെയ്തതായി കാണിക്കുന്നു. കുട്ടികളായ നിങ്ങൾ അമ്പെയ്തിട്ടൊന്നുമില്ല. ഒരു ഗ്രാമമുണ്ട്, അവിടെ അമ്പുകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നു. അവിടെയുള്ള രാജാവിനെ ഈശ്വരൻ്റെ അവതാരമായി പറയുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം ഭക്തിമാർഗത്തിലെ ഗുരുക്കന്മാരാണ്. സത്യമായ സദ്ഗുരു ഒരേ ഒരാളാണ്. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ്. ആ ഒന്ന് എല്ലാവരെയും കൂടെ കൊണ്ടുപോകുന്നു. ബാബയ്ക്കല്ലാതെ ആർക്കും തന്നെ തിരികെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്ന കാര്യമേയില്ല. ഈ നാടകം തയ്യാറാക്കപ്പെട്ടതാണ്. ആ ചക്രം അനാദിയായി തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എങ്ങനെയാണ് റിപ്പീറ്റ് ആകുന്നത്? ഇത് ഇപ്പോൾ നിങ്ങൾക്കറിയാം. മനുഷ്യൻ, അതായത് ആത്മാക്കൾ, തൻ്റെ പിതാവായ രചയിതാവിനെയും അറിയുന്നില്ല. ആ ഒന്നിനെ ഓ ഗോഡ് ഫാദർ എന്ന് ഓർമ്മിക്കുകയും ചെയ്യുന്നു. പരിധിയുള്ള പിതാവിനെ ഒരിക്കലും ഗോഡ് ഫാദർ എന്ന് പറയില്ല. ഗോഡ് ഫാദർ എന്ന വാക്ക് വളരെ പ്രൗഢിയോടെ പറയുന്നു. അത് പതീത പാവനാണ്, ദുഃഖം ഹരിച്ച് സുഖം തരുന്നവനാണ് എന്ന് ആ ഒന്നിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഒരു ഭാഗത്ത് പറയുന്നു ആ ഒന്ന് ദുഃഖം ഹരിച്ച് സുഖം തരുന്നവനാണ് എന്ന്. പിന്നെ എന്തെങ്കിലും ദുഃഖമുണ്ടാകുമ്പോഴോ കുട്ടിയോ മറ്റോ മരിച്ചു പോകുമ്പോഴോ പറയും ഈശ്വരൻ തന്നെയാണ് സുഖവും ദുഃഖവും നൽകുന്നത്. ഈശ്വരൻ നമ്മുടെ കുട്ടിയെ എടുത്തു കളഞ്ഞു, ഇതെന്താണ് ചെയ്തത് എന്ന്. ഈശ്വരനെ അപകീർത്തിപ്പെടുത്തുന്നു. ഈശ്വരനാണ് കുട്ടിയെ നൽകിയത് എന്ന് പറയുകയും ചെയ്യുന്നു. പിന്നെ ഈശ്വരനാണ് തിരികെ എടുത്തതെങ്കിൽ നിങ്ങൾ എന്തിനു കരയുന്നു? ഈശ്വരൻ്റെ അടുക്കലല്ലേ പോയത്. സത്യയുഗത്തിൽ ഒരിക്കലും ആരും കരയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കരയേണ്ട ഒരാവശ്യവുമില്ല. ആത്മാവിന് തൻ്റെ കണക്കനുസരിച്ച് പോയി പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ജ്ഞാനം ഇല്ലാത്തത് കാരണം മനുഷ്യർ എത്ര കരയുന്നു, മനോരോഗിയെ പോലെ ആകുന്നു. ഇവിടെയാണെങ്കിൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, അമ്മ മരിച്ചാലും ഹലുവ കഴിക്കണം, അച്ഛൻ മരിച്ചാലും ഹലുവ കഴിക്കണം. നഷ്ടമോഹ ആകേണ്ടതുണ്ട്. നമ്മുടേത് ഒരേ ഒരു പരിധിയില്ലാത്ത ബാബയാണ്, രണ്ടാമതാരുമില്ല. ഇങ്ങനെയുള്ള അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാകേണ്ടതാണ്. മോഹജീത് രാജാവിൻ്റെ കഥയും കേട്ടിട്ടുണ്ടല്ലോ. സത്യയുഗത്തിൽ ഒരിക്കലും ദുഃഖത്തിൻ്റെ കാര്യം ഉണ്ടാകുന്നില്ല, ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകുന്നില്ല. കുട്ടികൾക്കറിയാം നമ്മൾ കാലൻ്റെ മേൽ ജയം നേടുന്നു. ബാബയെ മഹാകാലൻ എന്നും പറയുന്നു. കാലൻ്റെയും കാലനാണ്. നിങ്ങൾക്ക് കാലൻ്റെ മേൽ ജയം നേടേണ്ടതുണ്ട്. അതായത് കാലൻ ഒരിക്കലും ഭക്ഷിക്കുന്നില്ല, അതായത് പിടികൂടുന്നില്ല. കാലന് ആത്മാവിനെയോ ശരീരത്തെയോ പിടികൂടുവാൻ സാധിക്കില്ല. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നു. അതിനെയാണ് കാലൻ ഭക്ഷിച്ചു, അതായത് കൊണ്ടുപോയി എന്ന് പറയുന്നത്. അല്ലാതെ കാലൻ എന്നൊരു സാധനമില്ല.
മനുഷ്യർ മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു, ഒന്നും മനസ്സിലാക്കുന്നില്ല. അച്യുതം കേശവം എന്നെല്ലാം ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഈ 5 വികാരങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ എത്ര മോശമാക്കുന്നു. ഈ സമയം ആരും തന്നെ ബാബയെ അറിയുന്നില്ല. അതിനാൽ ഇതിനെ ഓർഫന്റെ ലോകം, അനാഥരുടെ ലോകം എന്ന് പറയുന്നു. എത്ര പരസ്പരം അടിവഴക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ മുഴുവൻ ലോകവും ബാബയുടെ വീടാണല്ലോ. ബാബ മുഴുവൻ ലോകത്തിലെ കുട്ടികളെയും പതീതത്തിൽ നിന്നും പാവനമാക്കുവാൻ വന്നിരിക്കുന്നു. പകുതി കൽപ്പം തീർച്ചയായും പാവന ലോകം ആയിരുന്നല്ലോ. രാജാവും രാമൻ, പ്രജയും രാമൻ എന്ന് പാടുകയും ചെയ്യുന്നു. അവിടെ പിന്നെ അധർമ്മത്തിൻ്റെ കാര്യം എങ്ങനെ ഉണ്ടാകുവാനാണ്? അവിടെ സിംഹവും ആടും ഒരുമിച്ച് വെള്ളം കുടിക്കുന്നതായി പറയുകയും ചെയ്യുന്നു. പിന്നെ അവിടെ രാവണനോ മറ്റോ എവിടെ നിന്നും വരാൻ? മനസ്സിലാക്കുന്നില്ല. പുറത്തുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് ചിരിക്കുന്നു. ബാബ വന്ന് ജ്ഞാനം നൽകുന്നു. ഇത് പതീത ലോകമാണല്ലോ. ഇപ്പോൾ പ്രേരണയിലൂടെ പതീതരെ പാവനമാക്കുമോ? പതീത പാവന വരൂ എന്ന് വിളിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഭാരതത്തിൽ തന്നെ വന്നിരുന്നു. ഇപ്പോഴും പറയുന്നു, ജ്ഞാനത്തിൻ്റെ സാഗരമായ ഞാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തനിക്ക് സമാനം മാസ്റ്റർ ജ്ഞാനസാഗരം ആക്കുന്നതിനായി. ബാബയെ തന്നെയാണ് സത്യം സത്യമായ വ്യാസൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വ്യാസദേവനാണ്. ആ ഒന്നിൻ്റെ കുട്ടികളായ നിങ്ങൾ സുഖദേവനാണ്. നിങ്ങൾ ഇപ്പോൾ സുഖത്തിൻ്റെ ദേവതയാകുന്നു. സുഖത്തിൻ്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു വ്യാസനായ ശിവാചാര്യനിൽ നിന്നും. വ്യാസന്റെ കുട്ടികൾ നിങ്ങളാണ്. എന്നാൽ മനുഷ്യർ കുഴങ്ങിപ്പോകരുത്. അതിനാൽ പറയുന്നു ശിവന്റെ കുട്ടികളാണ്. ആ ഒന്നിൻ്റെ യഥാർത്ഥ നാമം ശിവൻ എന്നാണ്. ആത്മാവിനെ അറിയുകയാണ് ചെയ്യുന്നത്. പരമാത്മാവിനെ അറിയുകയാണ് ചെയ്യുന്നത്. ആ ഒന്ന് വന്ന് പതീതത്തിൽ നിന്നും പാവനമാകാനുള്ള വഴി പറഞ്ഞു തരുന്നു. പറയുന്നു, ഞാൻ ആത്മാക്കളായ നിങ്ങളുടെ പിതാവാണ്. അങ്കുഷ്ട സമ്മാനമാണ് എന്ന് പറയുന്നു. ഇത്രയും വലുതാണെങ്കിൽ ഇവിടെ ഇരിക്കുവാൻ പോലും സാധിക്കില്ല. അതാകട്ടെ വളരെ സൂക്ഷ്മമാണ്. ഡോക്ടർമാരും ആത്മാവിനെ കാണുന്നതിനായി പ്രയത്നിക്കുന്നു, പക്ഷേ കാണുവാൻ കഴിയുന്നില്ല. ആത്മാവിനെ റിയലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാബ ചോദിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ ആത്മാവിനെ റിയലൈസ് ചെയ്തോ? ഇത്രയും ചെറിയ ആത്മാവിൽ അവിനാശി പാർട്ട് അടങ്ങിയിരിക്കുന്നു, ഒരു റെക്കോർഡ് പോലെ. ആദ്യം നിങ്ങൾ ദേഹാഭിമാനി ആയിരുന്നു, ഇപ്പോൾ ദേഹി അഭിമാനി ആയിരിക്കുന്നു. നിങ്ങൾക്കറിയാം നമ്മുടെ ആത്മാവ് 84 ജന്മങ്ങൾ എങ്ങനെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് അവസാനം ഉണ്ടാകുന്നില്ല. ചിലരൊക്കെ ചോദിക്കുന്നു, ഈ ഡ്രാമ എപ്പോൾ മുതൽ ആരംഭിച്ചു? എന്നാൽ ഇതാകട്ടെ അനാദിയാണ്. ഇതൊരിക്കലും വിനാശം ആകുന്നില്ല. ഇതിന് പറയുന്നത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട അവിനാശി വേൾഡ് ഡ്രാമ എന്നാണ്. വേൾഡിനെയും നിങ്ങൾ അറിയുന്നു. പഠിത്തമില്ലാത്ത കുട്ടികൾക്ക് പഠനം നൽകപ്പെടുന്നത് പോലെ ബാബ കുട്ടികളായ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ പഠിക്കുന്നത്. ഇതാണ് കല്ല് ബുദ്ധിക്കുള്ള ഫുഡ്. ബുദ്ധിക്ക് വിവേകം ലഭിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടിയാണ് ബാബ ചിത്രങ്ങൾ ഉണ്ടാക്കിച്ചത്. വളരെ സഹജമാണ്. ത്രിമൂർത്തി ബ്രഹ്മ വിഷ്ണു ശങ്കർ. ഇപ്പോൾ ബ്രഹ്മാവിനെ ത്രിമൂർത്തി എന്ന് എന്തുകൊണ്ട് പറയുന്നു? ദേവദേവ മഹാദേവ എന്ന് ഒന്നിനു മേൽ മറ്റൊന്ന് വയ്ക്കുന്നു. അർത്ഥം ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ ബ്രഹ്മാവ് എങ്ങനെയാകും? ബ്രഹ്മാവിനെ പ്രജാപിത എന്ന് പറയുന്നുന്നിരിക്കട്ടെ. അപ്പോൾ സൂക്ഷ്മവദനത്തിൽ ആ ദേവത എങ്ങനെ ഉണ്ടാകാൻ കഴിയും? പ്രജാപിത ബ്രഹ്മാവ് ഇവിടെയാണ് ഉണ്ടായിരിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലുമില്ല. ബാബ പറയുന്നു, ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിച്ച് ഇദ്ദേഹത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇദ്ദേഹത്തെ തൻ്റെ രഥമാക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ വളരെ ജന്മങ്ങളുടെ അന്തിമത്തിൽ ഞാൻ വരുന്നു. ഇദ്ദേഹവും 5 വികാരങ്ങളെ സന്യസിക്കുന്നു.
സന്യസിക്കുന്നവരെ യോഗിയെന്നും ഋഷിയെന്നും പറയുന്നു. ഇപ്പോൾ നിങ്ങൾ രാജഋഷിയാണ്. നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ആ സന്യാസിമാരാണെങ്കിൽ വീടും കുടുംബവും ഉപേക്ഷിച്ചു പോകുന്നു. ഇവിടെയാണെങ്കിൽ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കഴിയുന്നു. നമ്മൾ വികാരത്തിൽ ഒരിക്കലും പോകില്ല എന്ന് പറയുന്നു. മുഖ്യ കാര്യം തന്നെ വികാരത്തിൻ്റെതാണ്. നിങ്ങൾക്കറിയാം, ശിവബാബ രചയിതാവാണ്. ആ ഒന്ന് പുതിയ രചന രചിക്കുന്നു. അത് ബീജരൂപമാണ്. സച്ചിത് ആനന്ദത്തിൻ്റെ സാഗരമാണ്. ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. സ്ഥാപനയും പാലനയും വിനാശവും എങ്ങനെ ചെയ്യുന്നു? ഇത് ബാബ തന്നെയാണ് അറിയുന്നത്. ഈ കാര്യങ്ങൾ മനുഷ്യർക്കറിയില്ല. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും അറിയുന്നു. അതിനാൽ എല്ലാവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ശരി, മധുരമധുരമായ സിക്കില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഓരോ ആത്മാവിൻ്റെയും കണക്കുകൾ അവരവരുടേതാണ്. അതിനാൽ ആരെങ്കിലും ശരീരം ഉപേക്ഷിക്കുന്നു എങ്കിൽ കരയുവാൻ പാടില്ല. പൂർണ്ണമായും നഷ്ടമോഹ ആകണം. ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, നമ്മുടേത് ഒരു പരിധിയില്ലാത്ത ബാബ, രണ്ടാമതാരുമില്ല. 5 വികാരങ്ങൾ ബുദ്ധിയെ മോശമാക്കുന്നു. അതിനെ ത്യാഗം ചെയ്യണം. സുഖത്തിൻ്റെ ദേവതയായി എല്ലാവർക്കും സുഖം നൽകണം. ആർക്കും ദുഃഖം കൊടുക്കരുത്. വരദാനം: സദാ മര്യാദകളുടെ രേഖയ്ക്കുള്ളിൽ ഇരിക്കുവാൻ ശ്രദ്ധിക്കുന്ന മര്യാദ പുരുഷോത്തമനായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ സ്വയം ഒരേ ഒരു ബാബയുടെ, അതായത് രാമൻ്റെ സത്യമായ സീതയായി മനസ്സിലാക്കി സദാ മര്യാദകളുടെ രേഖയ്ക്കുള്ളിൽ ഇരിക്കുന്നത്, അതായത് ഈ കെയർ അഥവാ ശ്രദ്ധ വയ്ക്കുന്നത്, അവർ കെയർഫുള്ളും ചിയർഫുള്ളും, അതായത് ഹർഷിതവും ആയി സ്വതവേ ഇരിക്കുന്നു. അപ്പോൾ രാവിലെ മുതൽ രാത്രി വരയ്ക്കും വേണ്ടി ഏതെല്ലാം മര്യാദകൾ ലഭിച്ചിട്ടുണ്ടോ അവയുടെ സ്പഷ്ട നോളജ് ബുദ്ധിയിൽ വച്ച് സ്വയം തന്നെ സത്യമായ സീതയായി മനസ്സിലാക്കി മര്യാദകളുടെ രേഖയ്ക്കുള്ളിൽ ഇരിക്കൂ. അപ്പോൾ മര്യാദ പുരുഷോത്തം എന്ന് പറയും. സ്ലോഗൻ: സേവനത്തിൻ്റെ അതിയിലേക്ക് പോകാതിരിക്കൂ. സേവനത്തിൻ്റെയും സ്വപുരുഷാർത്ഥത്തിൻ്റെയും ബാലൻസ് വയ്ക്കൂ. മാതേശ്വരിയുടെ അമൂല്യ മഹാവാക്യങ്ങൾ കേൾക്കാം. അഖണ്ഡ ജ്യോതി തത്വം സൈലൻസ് ലോഡ്ജ്, അതായത് സത്രമാണ്. സാകാരി ലോകം പ്ലേ ഗ്രൗണ്ടാണ്, അതായത് കളിസ്ഥലമാണ്. ആത്മാക്കളുടെ നിവാസ സ്ഥാനമാണ് അഖണ്ഡ ജ്യോതി മഹത്തത്വം. അവിടെ ഈ ശരീരത്തിൻ്റെ പാർട്ടിൽ നിന്നും മുക്തമാണ്, അതായത് സുഖദുഃഖങ്ങളിൽ നിന്നും വേറിട്ട അവസ്ഥയിലാണ്. അതിനെ സൈലൻസ് ലോഡ്ജ് എന്നും പറയുന്നു. ആത്മാക്കൾ ശരീരസഹിതം പാർട്ട് അഭിനയിക്കുന്ന സ്ഥാനം അഥവാ പ്ലേ ഗ്രൗണ്ട് ഈ സാകാര ലോകമാണ്. അപ്പോൾ മുഖ്യമായ 2 ലോകങ്ങളുണ്ട്. ഒന്ന് നിരാകാരി ലോകം, രണ്ടാമത്തേത് സാകാരി ലോകം. ലോകത്തുള്ളവരാണെങ്കിൽ കേവലം പേരിന് മാത്രം പറയുന്നു പരമാത്മാവ് രചയിതാവാണ്, പാലിക്കുന്നു, സംഹരിക്കുന്നു, കഴിപ്പിക്കുന്നു, കൊല്ലുന്നു, കത്തിപ്പിക്കുന്നതും ആ ഒന്നാണ്. അപ്പോൾ ദുഃഖവും സുഖവും നൽകുന്നവനും ആ ഒന്നാണ് എന്നെല്ലാം. ആർക്കെങ്കിലും ദുഃഖം വരികയാണെങ്കിൽ പറയുന്നു, പ്രഭു നിന്റെ കൃത്യം മധുരമായി തോന്നുന്നു. ഇപ്പോൾ ഇത് അയഥാർത്ഥ ജ്ഞാനമാണ്. കാരണം ഇത് പരമാത്മാവിൻ്റെ ജോലിയല്ല. പരമാത്മാവ് ദുഃഖം ഹരിക്കുന്നവനാണ്, ദുഃഖം ഉണ്ടാക്കുന്നവനല്ല. ജന്മം എടുക്കുക, ജന്മം ഉപേക്ഷിക്കുക, ദുഃഖവും സുഖവും അനുഭവിക്കുക, ഇത് ഓരോ മനുഷ്യാത്മാവിൻ്റെ സംസ്കാരമാണ്. ശാരീരിക ജന്മം നൽകുന്നവർ മാതാപിതാക്കളാണ്. അതും കർമ്മബന്ധനം അനുസരിച്ചാണ് അച്ഛൻ്റെയും മകൻ്റെയും ബന്ധത്തിൽ വരുന്നത്. ഈ രീതിയിൽ ആത്മാക്കളുടെ പിതാവ്
പിന്നെ പരമാത്മാവായ ബാബയാണ്. ആ ഒന്ന് എങ്ങനെയാണ് പരിധിയില്ലാത്ത രചനയുടെ സ്ഥാപനയും പാലനയും ചെയ്യുന്നത്? എങ്ങനെയാണ് ആ ഒന്ന് തൻ്റെ 3 രൂപങ്ങളായ ബ്രഹ്മ, വിഷ്ണു, ശങ്കറിൻ്റെ രചയിതാവായിരിക്കുന്നത്? പിന്നെ ആ ആകാരി രൂപങ്ങളിലൂടെ ദൈവിക സൃഷ്ടിയുടെ സ്ഥാപനയും ആസുരീയ ലോകത്തിൻ്റെ വിനാശവും പിന്നെ ദൈവിക ലോകത്തിൻ്റെ പാലനയും ചെയ്യിക്കുന്നത്? പരമാത്മാവിൻ്റെ ഈ 3 കാര്യങ്ങൾ പരിധിയില്ലാത്തതാണ്. ബാക്കി ഈ സുഖ ദുഃഖങ്ങൾ, ജനന മരണങ്ങൾ കർമ്മങ്ങൾ അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. പരമാത്മാവ് സുഖദാതാവ് തന്നെയാണ്. ആ ഒന്ന് തൻ്റെ കുട്ടികൾക്ക് ദുഃഖമൊന്നും നൽകുന്നില്ല. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛം അഥവാ പവിത്രം ആകൂ. സമ്പൂർണ്ണ പവിത്രത എന്നാൽ മനസ്സിൽ പോലും ഏതെങ്കിലും വികാരത്തിൻ്റെ അംശം പോലും ഉണ്ടാകരുത്. ജ്ഞാനത്തിൻ്റെയും ഗുണത്തിൻ്റെയും സർവശക്തികളുടെയും പ്രാപ്തിയിൽ സദാ സമ്പന്നമായിരിക്കുക. സർവപ്രാപ്തികളുടെയും ലൈറ്റിൻ്റെ ക്രൗൺ സ്പഷ്ടമായി കാണപ്പെടണം. സ്വയം സദാ ലൈറ്റായ ആത്മീയ രൂപത്തിൽ അനുഭവം ചെയ്യണം. കർമ്മത്തിലും സ്വയം ലൈറ്റ് അഥവാ ഭാരരഹിതമായി അനുഭവിക്കണം. ഓം ശാന്തി. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകും. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ എനിക്ക് സമസ്യകളിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളെ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ. ഈ ശുഭഭാവനയോടെ ശുഭകാമനയോടെ
ശുദ്ധ വൈബ്രേഷൻ അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്ന ചിത്തരായി മാറുന്നു.